കോവിഡ് എന്ന മഹാമാരി ലോകത്തെ എത്രത്തോളം അപകടത്തിലാക്കിയതാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. കോവിഡ് വന്നപ്പോൾ തന്നെ ലോകാരോഗ്യ സംഘടന ജാഗ്രത പാലിക്കണം, അതായത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കേരളത്തിലും രാജ്യത്തുമൊക്കെ ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത ഇല്ലായിരുന്നു. പക്ഷേ കൂടി വന്ന് ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്താണ് നമ്മൾ വലിയ രീതിയിൽ ഒരു അതീവ ജാഗ്രതയിലേക്ക് പോയത്. ഇതാ നിലവിൽ അടുത്ത ഒരു വൈറസും കൂടി വരികയാണ് ലോകത്ത്. നിലവിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. പക്ഷേ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുന്നുണ്ട്. അതായത് തായ്ലാന്റിലെ വവ്വാലുകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസിനെ കുറിച്ചുള്ള പഠനം വീണ്ടും ആഗോള ആരോഗ്യ രംഗത്ത് ആശങ്കയും ജാഗ്രതയും ഉയർത്തിയിരിക്കുകയാണ്. സെൽ ജേർണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിലാണ് മനുഷ്യരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ സാർബിക്കോ വൈറസ് ഇനത്തെക്കുറിച്ചുള്ള നിർണായക കണ്ടെത്തൽ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ മനുഷ്യരിൽ രോഗബാധ കണ്ടെത്തിയിട്ടില്ലെന്നും ഉടനൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുമെന്ന തരത്തിലുള്ള സാഹചര്യമില്ല എന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മൃഗങ്ങളിൽ നിന്നുള്ള വൈറസുകൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആഗോള ജാഗ്രത വീണ്ടും ശക്തമാകുകയാണ്. ഈ പഠനം നടത്തിയത് ടോക്കിയോ സർവകലാശാലയിലെ ഗവേഷകരെ ഉൾപ്പെടുത്തിയ അന്താരാഷ്ട്ര ശാസ്ത്ര സംഘമാണ്. തായ്ലൻഡിലെ വിവിധ പ്രദേശങ്ങളിലുള്ള വവ്വാലുകളിൽ നിന്നുള്ള വൈറസ് ആ സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് പുതിയ കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പ്രത്യേകിച്ച് വവ്വാലുകളുടെ കൂട്ടങ്ങളിൽ ഈ വൈറസ് വ്യാപകമായി സഞ്ചരിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വൈറസിന്റെ ജനിതക ഘടന പരിശോധിച്ചപ്പോൾ അത് സാർബിക്കോ വൈറസ് കുടുംബത്തിൽപ്പെട്ടതാണെന്ന് വ്യക്തമായി. അതായത് 2003 സാർസ് രോഗത്തിനും 2019 ലോകത്തെ നടുക്കിയ COVID-19 മഹാമാരിക്കും കാരണമായ വൈറസുകൾ ഉൾപ്പെടുന്ന അതേ വലിയ കുടുംബത്തിലെ ഒരു അംഗമാണ് ഈ പുതിയ വൈറസും. ശാസ്ത്രജ്ഞരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയത് വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീൻ എന്ന ഘടകമാണ്. മനുഷ്യകോശങ്ങളിലേക്ക് വൈറസ് പ്രവേശിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകമാണിത്. COVID-19 വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് കടന്നത് ACE2 എന്ന റിസപ്റ്റുകളെ ഉപയോഗിച്ചായിരുന്നു. പുതിയതായി കണ്ടെത്തിയ വൈറസും മനുഷ്യകോശങ്ങളിൽ ACE2 റിസപ്റ്റുകളുമായി ബന്ധപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള ശേഷി ഉണ്ടെന്ന് പരീക്ഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വൈറസ് മനുഷ്യരിലേക്ക് പകരുമെന്ന് ഉറപ്പിക്കുന്നില്ല എങ്കിലും അതിന് നൈസാന്തികമായി മനുഷ്യകോശങ്ങളെ ബാധിക്കാൻ കഴിയുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വവ്വാലുകളുടെ പ്രതിരോധ ശേഷി മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ്. പല അപകടകാരികളായ വൈറസുകളെയും ശരീരത്തിൽ വഹിച്ചിട്ടും അവയ്ക്ക് ഗുരുതരമായ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഈ പ്രത്യേകത കാരണം വൈറസുകൾക്ക് വവ്വാലുകളിൽ ദീർഘകാലം നിലനിൽക്കാനും അതോടൊപ്പം തന്നെ ഒരു പരിമിതമായ ഒരു അവസരം ഇതിന് ലഭിക്കുന്നുണ്ട്. അത് മറ്റ് വ്യക്തികളിൽ നിന്ന് മറ്റ് വ്യക്തികളിലേക്ക് പോകാനായിട്ട്, പിന്നീട് മറ്റു ജീവികളിലൂടെ അല്ലെങ്കിൽ നേരിട്ട് മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വൈറോളജി ഗവേഷകർ വവ്വാലുകളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തായ്ലൻഡ്, ലാവോസ് അതിർത്തി പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ കൂട്ടങ്ങളിൽ വൈറസുകളുടെ സഞ്ചാരം വളരെ സങ്കീർണമാണെന്ന് പഠനം വ്യക്തമാക്കുന്നു. വിവിധ വവ്വാൽ വർഗ്ഗങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളും അവയുടെ കുടിയേറ്റ രീതികളും പരിസ്ഥിതി വ്യതിയാനങ്ങളും വൈറസുകളുടെ പരിണാമത്തെ സ്വാധീനിക്കുന്നതായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. വനനശീകരണം, മനുഷ്യ അധിനിവേശം, വന്യജീവി വ്യാപാരം എന്നിവ കൂട്ടുന്നതോടെ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സമ്പർക്കം കൂടുതലായി വരുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം, നേരത്തെ COVID-19 വന്നപ്പോൾ തന്നെ അതീവ ഒരു ജാഗ്രത വേണമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആദ്യം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് ആദ്യം ഈ COVID-19 ഉണ്ടായത്. പക്ഷെ അതിനുശേഷമാണ് വിദേശത്ത് നിന്നുള്ള ഓരോ ആളുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഇത് വായിലൂടെ സ്പ്രെഡായി വരുന്നത്. ഇതാദ്യം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രകടനമാകണമെന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഓരോ മനുഷ്യരിൽ നിന്ന് പ്രകടനമാവുന്നത്. പക്ഷെ ഈ ഓരോ മനുഷ്യൻ്റെയും ബോഡിയുടെ സ്റ്റാമിന അല്ലെങ്കിൽ അവരുടെ പവർ, അവരുടെ ഇമ്മ്യൂണിറ്റി പവർ അനുസരിച്ചായിരിക്കും രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ പ്രകടനമാവുന്നത്. അതുകൊണ്ട് തന്നെ മാസ്ക് അല്ലെങ്കിൽ സാനിറ്റൈസർ എന്നിവ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ദേഹങ്ങളെല്ലാം, കൈകളും ഉൾപ്പെടെയുള്ളവ ശുചിത്വം പാലിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്.